നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല ക്രീമി ടെക്സ്ചറോട് കൂടിയിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ കളറുകളും ചേർക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീം നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുത്താലോ. സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ബീറ്റ് ചെയ്തെടുക്കുന്നത് ഇതുപോലെ ഒരു സ്റ്റാൻഡ് മിക്സറിലാണ് കേട്ടോ. ലിബ്രയുടെ സ്റ്റാൻഡ് മിക്സറിലാണ് ഞാൻ ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഞാൻ പുതുതായിട്ട് കിച്ചണിലേക്ക് വാങ്ങിച്ചു, അപ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതേപോലെ ഒരു ലിഡ് വരുന്നുണ്ട് കേട്ടോ. അതിനത് വേണമെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യുകയും ചെയ്യാം. ഇതാണ് ഇതിൻ്റെ മിക്സിംഗ് ബോൾ വരുന്നത്. 5.5 ലിറ്റർ കപ്പാസിറ്റി വരുന്ന മിക്സിംഗ് ബോളാണ്. ഇതുപോലെ ഒരു വിസ്ക് വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഇതുപോലൊരു മിക്സിംഗ് ബീറ്ററാണ്. പിന്നെ വരുന്നത് ഡോ ഹുക്കാണ്. നമുക്ക് മാവൊക്കെ കുഴയ്ക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹുക്ക് അതും വരുന്നുണ്ട്. അങ്ങനെ 3 ടൂൾസാണ് കേട്ടോ ഇതിന് വരുന്നത്. പിന്നെ അതാ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. 6 സ്പീഡ് വരുന്നുണ്ട്. ഇതിൻ്റെ താഴ്ഭാഗത്ത് ഇതുപോലെ റബ്ബറൊക്കെ ഉള്ളതുകൊണ്ട് എവിടെയാണോ വെക്കുന്നത് അവിടെ സ്റ്റിക്കി ആയിട്ട് അവിടെ കിടന്നോളൂ കേട്ടോ. 1 കപ്പ് വിപ്പിംഗ് ക്രീമും 1/4 കപ്പ് കണ്ടൻസ് മിൽക്കും ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലെ സ്ക്രീനിൽ ഏത് സ്പീഡിലാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു ബീറ്ററിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അതാ അതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 എണ്ണം ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ചെറുതായതുകൊണ്ട് വലുതാണെങ്കിൽ 1 മതി. എന്നിട്ട് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഒരുപാട് സ്റ്റിഫാക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഐസ്ക്രീമിന്. എന്നിട്ട് ഇതൊന്ന് ടാപ്പ് ചെയ്തിട്ട് എയർ ബബിൾസ് ഒക്കെ ഒന്ന് കളഞ്ഞിട്ട് മിനിമം ഒരു 8 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് നമുക്കിത് സെറ്റാക്കി എടുക്കാം. അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ടെക്സ്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ ഈ ഐസ്ക്രീം കിട്ടിയിട്ടുള്ളത്. അതുപോലെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.